എൻ്റെ പേര് ജോയി. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. മൂന്നാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ ക്ലാസ്സിലും എനിക്ക് കുറേ സത്യങ്ങൾ മനസ്സിലായി. ഞാൻ ആദ്യം ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അവിടെ ഞാൻ ആദ്യം അന്വേഷിച്ചപ്പോൾ അവരുടെ അടിമത്തത്തിലായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ സാഹചര്യങ്ങൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഒരു പേരണയിൽ നടക്കുമ്പോൾ അങ്ങനെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ ബെന്തിക്കോസുകാരുടെ ഒരു സംഘമുണ്ടായിരുന്നു. അവിടെ ചെന്ന് അവരോടൊപ്പം കൂടി ഒരു 10-15 വർഷം അവരോടൊപ്പമായിരുന്നു. പക്ഷേ എനിക്ക് സത്യം എന്താണെന്നുള്ള ഒരു അറിവ് അന്ന് അവരുടെ ഒപ്പം ഉള്ളപ്പോൾ മനസ്സിലായില്ല. പിന്നെ ഞാൻ അങ്ങനെ അന്വേഷിച്ച് നടന്നു. യൂട്യൂബിലും അങ്ങനെ ഞാൻ ഓരോ മെസ്സേജുകളൊക്കെ കേട്ടു. അങ്ങനെ ലാസ്റ്റ് മനോജ് സാറിൻ്റെ ഒരു മെസ്സേജ് കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു പ്രത്യേകത അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ മൂന്നാമത്തെ വട്ടമായി ഇവിടെ വരുന്നു. ഇനി ഇതിൽ വളരണം എന്നാണ് ആഗ്രഹം. ദൈവത്തിന് വേണ്ടി നല്ലൊരു വൃത്തിനായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതേമാതിരി ഒരു ക്ലാസ് സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് അറ്റൻഡ് ചെയ്തു. അതിൽ ഒരു ചെറുതായിട്ട് ഒരു ഭാഷാവരം എനിക്ക് കിട്ടി. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അതിന് പ്രാർത്ഥിക്കുമ്പോൾ ചെറിയൊരു തടസ്സമാതിരി തോന്നി. എന്നാലും ഒന്നുകൂടി ഒരു വട്ടം കൂടി വരണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഈ ജോലി ഉള്ള കാരണം കൊണ്ട് അവർ ഞായറാഴ്ച മാത്രം മുടക്ക് തരുള്ളൂ. ഇനി ഒരു വട്ടം കൂടി എൻ്റെ റിസ്കിൽ ഞാൻ തന്നെ ജോലി ഏറ്റവും വലുത് എൻ്റെ ആത്മാവ് രക്ഷപ്രാപിക്കുക എന്നുള്ള ഒരു ചിന്തയിൽ ഒരു വട്ടം കൂടി ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സംഗമത്തിൽ വന്നപ്പോൾ മനോജ് സാറിന് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഞാൻ ഫേസ്ബുക്കിലൂടെ കണ്ടറിഞ്ഞതാണ്. ഒരുപാട് ഉത്തരങ്ങൾ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു സമയത്ത് സാറായിട്ട് തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാനിവിടെ എത്തിപ്പെടാൻ കാരണമായി. എനിക്കൊരുപാട് എൻ്റെ ഉള്ളിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സാറിനോട് ചോദിച്ചപ്പോൾ ഏകദേശമൊക്കെ എനിക്ക് ഈ ഒരു 2 ക്ലാസ്സിൽ നിന്നും ഉത്തരം പൂർണ്ണമായും കിട്ടിയിട്ടുണ്ട്. എൻ്റെ മനസ്സിന് അത് വളരെ കരുത്തും എനർജിയും മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ കിട്ടിത്തുടങ്ങി. ഇനി അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് അറിയാനാണ് ഞാൻ പിന്നും എത്ര പ്രശ്നങ്ങൾക്ക് നടുവിലാണെങ്കിലും ഞാൻ ഓടിയെത്തുന്നത്. എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു മനസ്സമാധാനം ഭയങ്കര വലുതാണ്. അതെനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനോ മറ്റൊരാൾക്ക് അനുഭവിച്ചു കൊടുക്കാനോ എനിക്ക് കഴിയത്തില്ല. അത് നമ്മൾ സ്വയം തന്നെ അറിഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചിലർ നമ്മളെ പറയും, ഓ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, വീട്ടിൽ പണിയൊന്നുമില്ല, പ്രത്യേകിച്ച് ആരും ചോദിക്കാനും പറയാനും ഇല്ല, എന്താണ് കാണിക്കുന്നതെന്ന്. അതൊന്നും അല്ല. നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് നടക്കേണ്ടതല്ല. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരനെന്നും ആ ഈശ്വരനെ അറിയുമ്പോൾ നമുക്ക് തെറ്റും ശരിയും മനസ്സിലാവും. നമ്മൾ നേർപാതയിൽ പോകുമ്പോൾ അതെല്ലാം വഴികാട്ടി തരും. നമ്മൾ ശരിയായ സ്ഥലത്തെത്തുമെന്നുള്ള ഉദാഹരണമാണ് ഞാൻ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യമൊന്നും നമുക്ക് മനസ്സിലാവില്ല. സാറ് പറയുന്നത് നമ്മൾ വീഡിയോയിൽ കൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ സാർ ഇതെന്തൊക്കെ പറയുന്നു, സാറിൻ്റെ ചിന്തകളായിരിക്കും, അല്ലെങ്കിൽ സാറിന് കിട്ടിയ അനുഭവങ്ങളായിരിക്കും, നമുക്കിതൊന്നും ഒരിക്കലും കിട്ടാൻ പോണില്ലെന്ന്. അങ്ങനെയല്ല, നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാനൊരു വഴിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ ഞാൻ ആളെ നോക്കാറില്ല. എൻ്റെ കീശയിൽ പണമില്ലെങ്കിലും ഞാൻ ആൾക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അത് ജെന്യൂൻ ആയിരിക്കില്ല ആൾ. പക്ഷെ സാറിൻ്റെ അടുക്ക വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അനിലയ്ക്ക് അത് മനസ്സിലാവും തെറ്റായ ആളാണോ ശരിയായ ആളാണോ എന്ന്. കറക്റ്റ് ഞാൻ ആ ഒരു സാറിൻ്റെ വീക്ഷണം കൊണ്ട് സാറ് പറഞ്ഞ അതേ റൂട്ടിലോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ആ ആളതിന് അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാനവിടെ കബളിപ്പിക്കപ്പെടാതായി. ഒരുപാട് അങ്ങനെ ഓരോന്നും ഈ ഉള്ളിലുള്ള ആ സ്പിരിറ്റ് നമുക്ക് ഓരോന്നിനും വഴികാട്ടി കറക്റ്റ് സ്ഥലത്ത് കൊണ്ടെത്തിക്കും. അതാണ് നമ്മൾക്ക് ഈ ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഒരിക്കലും തെറ്റായ വഴിയിൽ കൂടെ പോവില്ല. പോയാലും അതിനെ എങ്ങനെ അതിജീവിക്കാമെന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ആര് വന്നാലും ഇവിടെ ജാതിയോ മതമോ ദൈവങ്ങളുടെ പേരോ ഒന്നും പറയില്ല. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ദൈവത്തെ അറിയാനുള്ളതാണ്. ഉള്ളിലുള്ള ദൈവത്തെ അറിഞ്ഞ് അതിലൂടെ നമുക്ക് പോയാൽ നമുക്ക് സമാധാനം, ആരോടെ അസൂയ, വിരോധം, കുശുമ്പ്, ഒന്നും അത്യാഗ്രഹം ഒന്നും തോന്നത്തില്ല. പിന്നെ എനിക്ക് ഭയങ്കര അത്യാഗ്രഹമുള്ള ഒരാളായിരുന്നു. എനിക്ക് അവരെപ്പോടെ വീട് വയ്ക്കണം, കാശ് വേണം. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ 24 മണിക്കൂറും പറയും, നിങ്ങൾക്കെന്താ അത് ചെയ്തുകൂടെ, എൻ്റെ അനിയൻ്റെ വൈഫ് ഇത്ര. ഇപ്പോഴങ്ങനെയല്ല.
എനിക്ക് കിട്ടേണ്ടത് എൻ്റെ റൂട്ടിലോട്ട് പോകുമ്പോൾ എനിക്ക് വഴി തെളിഞ്ഞു വരും. അതിലൂടെ എനിക്ക് നല്ലത് സംഭവിക്കും. അതിലെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അതിലേറ്റവും അധികം എൻ്റെ ഈ കൂടെ ഇരിക്കുന്ന ഇത്രയും അംഗങ്ങൾക്കും ഇതേ അനുഭവങ്ങളും എല്ലാം ഉണ്ടാവണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് മനോജ് സാറെന്ന് പറയുന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഇന്നതുവരെ സാറിൻ്റെ മുഖത്ത് നോക്കുമ്പോഴൊക്കെ ഒരു 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 അഹംഭാവമോ എല്ലാം അറിയാമെന്നോ അല്ലെങ്കിൽ ആ പുള്ളിക്ക് വേണമെങ്കിൽ നമ്മൾ പലതും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ക്ലാസ്സുകളിലൊക്കെ. സാറിനെ പറ്റി ഒരു കുറ്റം പറഞ്ഞാലും സാറ് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. സാറിന് ആരുടെ ഒന്നും വേണ്ട, കാശോ ഒന്നും വേണ്ട. സാറിന് ഒരു ഇതെന്നൊന്നും സാറിനൊന്നും കിട്ടാനും പോണില്ല നമ്മളെയൊക്കെ ഈ സമാധാനം തന്നിട്ട്. സാറിന് നമ്മളെ എല്ലാവരെയും നല്ലൊരു മനുഷ്യനാക്കി തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ഇതിൽ കണ്ടതും. സാറ് പൈസ നമ്മളെ നിന്ന് പിടിച്ച് വാങ്ങിക്കുന്നില്ല. സാറ് നമുക്ക് നേരായ വഴി കാണിച്ചു തരുന്നു. അതിന് സാറിന് 1000 നന്ദി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു. സാറിനോടൊപ്പമുള്ള എൻ്റെ ലൈഫ് സാറിനോടൊപ്പം തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. താങ്ക് യു. എൻ്റെ പേര് കനിമൊഴി, സ്ഥലം ട്രിവാൻഡ്രത്താണ്. ഞാൻ എങ്ങനെ ഈ പാതയിൽ എത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല. എത്തി നിന്നിട്ട് പിറകിലോട്ട് ചിന്തിക്കുമ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ ചകഞ്ഞ പിറകിലോട്ട് പോകുമ്പോൾ ഓക്കെ, ഞാൻ ഇവിടെ എത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ വഴികളിലൂടെ എന്നെ എത്തിച്ചതെന്നുള്ള എനിക്ക് മനസ്സിലാവും. ഞാൻ മനോജ് അങ്കിളിനെ പരിചയപ്പെട്ടിട്ടൊരു 2 വർഷം അടുപ്പിച്ചാവുന്നു. ഞാൻ അന്വേഷിച്ച് നടന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കുള്ള സ്പിരിച്വാലിറ്റി എന്താണ്. ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോഴത്തേനും ഒരുപാട് സ്പിരിച്വൽ വേൾഡ് നമുക്ക് കാണാൻ കഴിയും. ഇതിലേതാണ് റിയാലിറ്റി എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് കിട്ടുന്ന ശരിയായ ആത്മീകതയെ അനുഭവിച്ചറിയാനും വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു യാത്രയായിരുന്നത്. അപ്പം ഞാൻ ട്രൂത്തായിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിപ്പെട്ടു. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പം ഞാനൊരു സ്പിരിച്വൽ ജേണിയിലാണ്. എൻ്റെ പേര് ജ്യോതി, ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാനും ദൈവത്തിന് അന്വേഷിച്ച് നടന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പം എനിക്ക് കൂടുതൽ ക്രിസ്തുവിനോടൊരു അടുപ്പമുണ്ടായിരുന്നു. കുഞ്ഞുനാളിലേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചത് കൊണ്ട് അപ്പം നമുക്ക് അതിൻ്റേതായ കുറേ ഇതുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ആ ഒരു ഇതിൽ പോയെങ്കിൽ എൻ്റെ മനസ്സിനകത്തൊരിതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറേ വഴികളൊക്കെ സഞ്ചരിക്കേണ്ടി വന്നു. ഞാൻ CSIയിൽ പോയി, യഹോവ സാക്ഷികളിൽ പോയി, ലാസ്റ്റ് ബന്ധക്കോസിൽ പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ കുടുംബം പോയി, എൻ്റെ ജോലി കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. കാരണം അപ്പോഴും ഞാൻ ദൈവത്തോട് ഒരു വാക്കാ ചോദിച്ചാൽ, നിന്നെ അന്വേഷിച്ചിറങ്ങിയപ്പോഴോ എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണല്ലോ, എന്നിട്ട് ഞാൻ അന്വേഷിച്ച ഒരു വ്യക്തി എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പം യാദൃച്ഛികമായിട്ടാണ് ഇപ്പോൾ ബ്രദർ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൽ ഞാൻ മനോജ് ബ്രദറിൻ്റെ ഒരു ടോക്ക് കേട്ടിട്ട് ഞാൻ അന്ന് തന്നെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ബ്രദറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്താണ്, ട്രിവാൻഡ്രത്ത് ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് തന്നെ കാണണം. കാരണം അത്രയ്ക്ക് എൻ്റെ മനസ്സിനകത്തൊരു വേദനയും എന്താണെന്നറിയില്ല എനിക്ക്. അങ്ങനെ അന്ന് തന്നെ ഞാനൊരു ഓട്ടോ പിടിച്ച്, ഇച്ചിരി ദൂരെ ആയിരുന്നു എന്നാലും ഞാനൊരു ഓട്ടോ പിടിച്ച് പോയി കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ യഥാർത്ഥ ഗുരുനാഥനെന്നുള്ള രീതിയിലും എല്ലാ അംശത്തിലും ദൈവികം എന്താണെന്ന് ദൈവത്തിനെ കാണാനുള്ള ഒരു മീഡിയേറ്ററായിട്ട് മനോജ് ബ്രദർ ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചു. ഇന്ന് വരെയായിട്ട് ഞാൻ അതിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിനകത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്നെ തെറ്റിച്ച് വിടാനൊക്കെ പലരും നോക്കി, പക്ഷെ നടന്നില്ല. ഇന്ന് ഞാൻ ഈ ഒരു ഡിസേബിളിനകത്താണ് നിൽക്കുന്നത്. പക്ഷെ ഒന്ന് ഞാൻ മനസ്സിലാക്കി, ദൈവം എന്ന് പറയുന്നത് ജാതിയോ മതമോ ഇതൊന്നും അല്ലാതെയുള്ള ഒരു പരസ്പര സ്നേഹം. അതിൽ നമുക്ക് ബന്ധുക്കളെന്നോ നമ്മുടെ ആൾക്കാരെന്നോ ഉള്ള ഇതല്ല. സ്നേഹമാണ് ദൈവം എന്നും നമ്മളെ എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കേണ്ടതെന്നും എങ്ങനെ ജീവിക്കണം, ദൈവത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും പഠിപ്പിച്ചെന്നത് മനോജ് ബ്രദറിൻ്റെ ആ ഒരു ഡിസേബിളിനകത്ത് വന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഇന്നും ഞാൻ നിൽക്കുന്നു. ഇനിയും ദൈവം അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസവും.